ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫ്യൂസായ ബൾബ് വെച്ച് 3 ഐഡിയാസാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ബൾബ് ഫ്യൂസായി കഴിഞ്ഞാൽ ആരും അതൊന്നും എടുത്ത് വെക്കാറുണ്ടാവില്ല, കളയാറായിരിക്കും. എന്നാൽ ഇത് വെച്ച് 3 കിടിലൻ ഐഡിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഇതിന് വേണ്ടി ഞാനൊരു ഫ്യൂസായ ബൾബ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് തെർമോക്കോൾ ബോൾസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, 10 രൂപ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്കോളാണ്, ഗമ്മായിട്ട്. അപ്പോൾ ഫെവിക്കോളാണ് എടുക്കട്ടോ, സാധാരണ ഗമ്മ് പറ്റൂല. അത് ഞാനിതാ ബൾബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഈ ഒരു ഗമ്മ് ഇതാ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ബൾബ് ഞാൻ തെർമോക്കോൾ ബോൾസിലെ അതിലിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗമ്മുള്ളതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും, അതായത് ഗമ്മുള്ള എല്ലാ ഭാഗത്തും ഈ ഒരു തെർമോക്കോൾ ബോൾ സ്റ്റിക്കാവും. കണ്ടോ, ഗമ്മ് അപ്ലൈ ചെയ്ത എല്ലാ ഭാഗത്തും തെർമോക്കോൾ ബോൾസൊക്കെ ഇങ്ങനെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയം ഞാനിത് ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് ഈ സൈഡ് ഭാഗം ഞാനൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിത് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാനൊരു പെറ്റൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് പെറ്റൽസായി കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒത്തിരി പെറ്റൽസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബൾബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഓരോ പെറ്റൽസ് എടുത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് 2-3 പെറ്റൽസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി പെറ്റൽസ് കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് പെറ്റൽസൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അവിടെ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സ്റ്റിക്ക് ചെയ്ത 2 പെറ്റൽസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വേണം ഇനി വരാൻ പോകുന്ന പെറ്റൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഇനി ബാക്കിയുള്ള പെറ്റൽസും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനിത് കുറച്ച് പെറ്റൽസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി ഭാഗം കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 ലെയർ പെറ്റൽസൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പെൻസിലോ പേനോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇവിടെ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അടുത്തത് ഇതാ ഞാൻ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഫ്ലവറിനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഗ്രീൻ ടേപ്പ് തന്നെയാണ്. അത് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത് നമ്മുടെ ബൾബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് റോൾ ചെയ്യണേ. അങ്ങനെ ഞാനിവിടെ ഇതൊരു നല്ലൊരു അടിപൊളി ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫ്ലവറേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ 2, 3, 4 കളേഴ്സിലൊക്കെ ഉണ്ടാക്കിയാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ ട്രേയിലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ട്രേൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതവിടെ കുറച്ച് പെബിൾസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കോഫി ടേബിളിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ 2-3 ഫ്ലവേഴ്സ് ഉണ്ടാക്കി അതിൻ്റെ ഇടയിലൊക്കെ ലീഫൊക്കെ സെറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അടുത്ത ഐഡിയ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും ഇതാ ഒരു ഫ്യൂസായ ബൾബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു കട്ടിയുള്ളൊരു പേപ്പർ, അതായത് ചാർട്ടോ ഇല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ചട്ട അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടി വേണം, ഓവർ കട്ടി വേണ്ട. ഇനി ബൾബിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് ഈ ചട്ട ഇങ്ങനെ ജസ്റ്റ് വെച്ചെടുത്തിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് ഭാഗം ഞാനിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ബൾബ് മാറ്റുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗം കണ്ടോ, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പായിട്ടാവും നിൽക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇത് മാസ്കിംഗ് ടേപ്പാണ്. ഇനി ഈ ഒരു മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഞാനിത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മാസ്കിംഗ് ടേപ്പ് കയ്യിലില്ലെങ്കിൽ സാധാരണ ഗമ്മ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ബൾബും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം കത്രിക യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിവശം കണ്ടോ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി ഇത് ഞാൻ ബൾബിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതും കൂടി സ്റ്റിക്ക് ചെയ്തപ്പോൾ നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, കണ്ടോ. ഇനി അടുത്തത് ഇത് ഫെവിക്കോളാണ്. അപ്പോൾ ഈ ഫെവിക്കോൾ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ചെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം, അതായത് 2:1 എന്ന റേഷ്യോ കണക്കിന്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്, അപ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് ചെയ്ത ഫെവിക്കോളില്ലേ അത് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഈ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ കയ്യിലില്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഈ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്തില്ലേ ഇതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും കുറച്ച് ഈ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, എന്നാലേ ഡ്രൈ ആവുള്ളൂ. അതിന് ശേഷം വേണം വീണ്ടുള്ള വർക്ക് ചെയ്യാൻ. ഇനി ഇവിടെ ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഗമ്മ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻ്റെ ഭാഗം ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു റോള് റെഡി ആയിട്ടുണ്ട്. ആ റോള് ഞാൻ ചെറിയ ഫെവിക്കോളിൻ്റെ ബോട്ടിലിൻ്റെ പിറകു വശത്ത് ഇങ്ങനെ വെച്ചെടുത്തിട്ട് കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് അതായത് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ബോട്ടിൽ നിന്ന് ഇതിങ്ങോട്ട് മാറ്റി കൊടുക്കുക. അങ്ങനെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ റെഡിയാക്കി വെച്ച ബൾബിൻ്റെ അടിവശത്തായിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ കുറച്ച് മണലെടുത്തിട്ടുണ്ട്, അതായത് സാധാരണ മുറ്റത്തുള്ള മണലാണ് കേട്ടോ. അത് ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ വിതറി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മണൽ കയ്യിലില്ലെങ്കിൽ ഈ ഗ്ലിറ്റർ പൗഡറില്ലേ അത് വിതറി കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മണലാണ് വിതറി കൊടുക്കുന്നത്. വീണ്ടും ബാലൻസ് ഭാഗത്ത് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും മണലിങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഞാൻ മണലൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ മണൽ വിതറി കൊടുക്കുക. അതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ മണലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിതറി കൊടുത്തു. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഞാനൊരു 3 ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലവർ കയ്യിലില്ലെങ്കിൽ സാധാരണ ബട്ടൺസ് ഇല്ലേ അതായാലും മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കുക, അങ്ങനെ ആയാലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫ്ലവർ തന്നെ വേണമെന്നൊന്നുമില്ല, സ്റ്റോണോ അങ്ങനെ എന്തായാലും പ്രശ്നമില്ല. അത് ഞാനിത് ഫെവി ബോണ്ട് ഗമ്മാണ്. ഈ ഒരു ഗമ്മ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അതായത് നമ്മളെ ഈ ഒരു ബൾബില്ലേ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഫ്ലവറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സ്പ്രേ പെയിൻ്റാണ്. ഇനിയിപ്പോൾ സ്പ്രേ പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, സാധാരണ അക്രിലിക് പെയിൻറ്റില്ലേ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ആ പെയിൻ്റ് ആയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രേ പെയിൻറ്റിൻ്റെ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം.
അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? നല്ലൊരു ഫ്ലവർ പോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ ഇത് വേണമെങ്കിൽ ഷോപ്പ് പീസായിട്ടും യൂസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു ഫ്ലവർ വൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ ഐഡിയ ചെയ്യുന്നതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു ഫ്യൂസായ ബൾബും പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഈ ഒരു സ്റ്റിക്കറൊക്കെ മാറ്റുകയാണ്. അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മോൾ വശവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാ ഈ ഒരു അടപ്പെടുത്ത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഹാഫ് റൗണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതവിടെ ഞാനിതിങ്ങനെ വരച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ക്ലിയർ ആവണില്ല കേട്ടോ, ഈ ഒരു ബോട്ടിലായതുകൊണ്ട്. വീണ്ടും തൊട്ടടുത്ത് ഈ അടപ്പ് വെച്ചിട്ട് അടുത്ത റൗണ്ടിൻ്റെ ഹാഫ് അങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ ബോട്ടിലിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കത്രിക യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടെ കട്ട് ചെയ്താൽ. അടുത്തത് ഇവിടെ കാണിക്കണ പോലെ ഈ ബോട്ടിലിൻ്റെ പീസില്ല, അത് ഈ ബൾബിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇവിടെ കാണിക്കണ പോലെ ചെയ്യട്ടോ. ഇനി ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഹോട്ട് ഗ്ലൂ കയ്യിലില്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ളതായാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ കാണിക്കണ പോലെ ഇതൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതിപ്പോൾ നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് സെല്ലോ ടോപ്പ് ഇല്ലേ, അതിൻ്റെ ആ ഒരു റോളാണ് കേട്ടോ. ഇത് തീർന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള റോളോ ഇല്ലെങ്കിൽ അടപ്പ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിൽക്കും. കാരണം അടിയിൽ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കറക്റ്റായിട്ട് തന്നെ നിൽക്കും. ഇത് ഫെവിക്കോളാണ്. അതൊരു ബൗളിലേക്ക് ഞാൻ കുറച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. അതായത് 2:1 എന്ന റേഷ്യോ കണക്കിന് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ കയ്യിലില്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ ആയാലും മതി. എന്നിട്ട് ഇവിടെ കാണിക്കണ പോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ മിക്സ് ചെയ്ത് വെച്ച ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫെവിക്കോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പേൾ പെയിൻറ്റ് വയലറ്റ് കളറാണ്. ഈ ഒരു പെയിൻറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുക. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലൊക്കെ ചൂസ് ചെയ്യുക കേട്ടോ. ഏത് കളർ കൊടുത്താലും കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ വയലറ്റ് കളർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ എടുത്തത് പേൾ കളറിൽ വരുന്ന ഗോൾഡൻ ഷെയ്ഡാണ്. അത് ഫിംഗർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഗോൾഡൻ കളർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം ഇത് ചെയ്യുമ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഗോൾഡൻ കളർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ലുക്കായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ ബീഡ്സില്ല, അതിൻ്റെ ഹാഫ് പേളല്ല ഹാഫ് ടൈപ്പിൽ വരുന്ന സ്റ്റിക്കറാണിത്. അത് ഈ ഒരു ജോയിൻ്റ് ഭാഗത്തൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിപ്പോൾ കയ്യിലില്ലെങ്കിൽ സാധാരണ ത്രെഡ് ആയാലും മതി, പ്രശ്നമൊന്നുമില്ല. ജൂട്ടിൻ്റെ ത്രെഡ് അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതിൻ്റെ അടിവശത്തുള്ള ഈ ജോയിൻ്റ് ഭാഗത്തും ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് നേരത്തെ കാണിച്ച ആ പേൾ പെയിൻറ്റില്ല, അത് ഈ ബോർഡർ ഭാഗത്തൊന്നിങ്ങനെ കൊടുക്കുകയാണ്.
അങ്ങനെ ബോർഡറൊക്കെ വന്നപ്പോൾ അപ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു ഫ്ലവർ വൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്യൂസായ ബൾബ്, അതേപോലെ വേസ്റ്റായി കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ, അതൊക്കെ വെച്ചാണ് ഇത്രയും നല്ലൊരു ഫ്ലവർ വൈസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫ്യൂസായ ബൾബ് വെച്ച് 3 ഐഡിയാസാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ 3 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ.